ചാനലൊക്കെ പ്രധാനപ്പെട്ട പറഞ്ഞത് ഒരു നിലവിലുള്ള MP പ്രിയങ്ക ഗാന്ധി, മുൻ MP രാഹുൽ ഗാന്ധി ഒന്നും വയനാട് സന്ദർശിച്ചു. എന്തോ എങ്ങനെ എന്നെ വിളിച്ചോ? നിങ്ങൾ കണ്ടില്ലേ, MP പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്തുകൊണ്ട് കള്ളാടിയിലെത്തിയില്ല? പ്രതികരിക്കാതെ സിദ്ദിഖ്. കള്ളാടി ദുരന്തം നമുക്കറിയാം. ആ ഒരു തുരങ്കപാതയുടെ സമീപത്തുണ്ടായ വലിയൊരു ദുരന്തം, ആ ദുരന്തത്തിൽ 8ഓളം വരുന്ന ആളുകളുടെ ജീവൻ പൊലിഞ്ഞൊരു സംഭവത്തെപ്പറ്റി നമുക്കറിയാം. ആ ദുരന്ത മുഖത്തേക്ക് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അങ്ങ് തലപ്പത്തിരിക്കുന്ന 2 പേര് വന്നിട്ടില്ല. ഇതുവരെയും അവിടെ സന്ദർശനം നടത്തിയിട്ടില്ല. അവരൊക്കെ എനിക്ക് തോന്നുന്നു വേറെ എവിടെയൊക്കെയോ ട്രിപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധി ഒരു ബൈക്കും എടുത്തുകൊണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പാണെന്നൊക്കെയാണ് ഞാനിങ്ങനെ ന്യൂസുകളിലൊക്കെ കണ്ടത് കേട്ടോ. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് കേരളത്തിൽ എപ്പോഴും എല്ലായ്പ്പോഴും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്ന ആളുകളാണ്. ഇന്ന് ഈ ഒരു ദുരന്തമുണ്ടായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ ഒരു വഴിയിലേക്ക് വരാനോ അവിടെയുള്ള ആളുകളെ സന്ദർശിക്കാനോ അവിടെയുള്ള ആളുകളെ സന്ദർശിച്ച് അവർക്കൊരു ആശ്വാസവാക്ക് പകരുവാനോ ഇവരാരും എത്തിയിട്ടില്ല. ഇലക്ഷൻ്റെ സമയങ്ങളിലെല്ലാം മുക്കിന് മൂലയ്ക്ക് നമുക്കിവരെ കാണാൻ സാധിക്കും. പ്രിയങ്ക ഗാന്ധി എത്തുന്നു, നമ്മുടെ ഈ നാടിൻ്റെ ജനനായകന് സപ്പോർട്ടുമായി അല്ലെ പിന്തുണയുമായി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചെത്തുന്നു അങ്ങ് മൈതാന നഗരിയിൽ അല്ലെ മൈതാനത്തിൻ്റെ നടുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അനൗൺസ്മെൻ്റ് ഒക്കെ നമ്മൾ കേട്ടാണ് ഇലക്ഷന് മുൻപ് പ്രചാരണ വേളയിൽ. ഇപ്പോൾ എന്താണ് കാണുന്നത്? സ്വന്തം കാര്യങ്ങൾ എപ്പോഴും സ്വന്തം കാര്യം സിന്താബ എന്ന് പറയുന്ന ആളുകളാണല്ലോ ഇവന്മാരെല്ലാം. അപ്പോൾ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവരവിടെ അവരുടേതായിട്ടുള്ള ലോകത്ത് അടിച്ചു പൊളിക്കുകയാണ്. ഇവിടെ ഒരു ഇലക്ഷൻ്റെ സമയത്ത് പ്രചാരണ വേളയിൽ എല്ലാവരെയും കണ്ട് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഹസനവും പ്രകടനവും ഒക്കെ നടത്തിയിട്ട് ആളവിടെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. കള്ളാടിയിലെ ഈ ഒരു വലിയ ദുരന്തമുണ്ടായ സമയത്തും ആ ദുരന്ത മുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന ആളുകളെയും ആ ദുരന്ത മുഖത്ത് ജീവൻ പൊലിഞ്ഞ ആളുകളെ പറ്റി പറയുമ്പോൾ ചിരിച്ചുകൊണ്ടെല്ലാം പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്കറിയാം. ഇങ്ങനെയുള്ളൊരു ആളുകൾ ഇരിക്കുമ്പോൾ ഇതല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ സംഭവിക്കുക എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലേ. അതായത് പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ മാധ്യമ പാപ്പരാസികളും കുറേ വലതുപക്ഷ അനുഭാവികളും എല്ലാം കിടന്ന് മെഴുകിയത്. സംഘികളുടെ മെഴുകൽ വേറെയും. അങ്ങനെ മെഴുകിയിട്ട് പിണറായി വിജയൻ ചിരിക്കുന്നില്ലല്ലോ, എന്താ പിണറായി വിജയൻ എല്ലാം ചെയ്യുന്നില്ലേ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ചെയ്യലല്ല പ്രധാനം, ചിരിക്കലാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം മെഴുകിയത്. അങ്ങനെ പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും വലിയൊരു ക്യാമ്പയിൻ എന്ന രീതിയിൽ ഇവർ കളിക്കുന്നു. പിണറായി വിജയൻ ചിരിക്കാത്തതുകൊണ്ട് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം തരംഗമായിട്ട് നിൽക്കുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിടുന്നു. വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് വലിയ സന്തോഷകരമായിട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെ കയറ്റി അടിച്ച് പൊളിക്കുന്ന പാട്ടുകളൊക്കെ കയറ്റി വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും ഈ അണികളുടെയൊക്കെ ഗ്രൂപ്പുകളിലും അല്ലെ അണികളുടെയൊക്കെ വാട്സപ്പ് സ്റ്റോറിയും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ഒക്കെ ആയിട്ട് ഈ സാധനം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. മുണ്ടയിൽ കോരൻ്റെ മകന് ചിരിക്കാൻ അറിയില്ലായിരുന്നു, പക്ഷേ ജനങ്ങളെ ചിരിപ്പിക്കാനും ജനങ്ങളുടെ മനസ്സിൽ ചിരി നിറയ്ക്കാനും സന്തോഷം പകർന്നു കൊടുക്കാനും ഒക്കെ അയാൾക്ക് അറിയാമായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ചൂരൽമലയിലെ ദുരന്തത്തിൽ കണ്ടതാണല്ലേ. ആ ദുരന്തം വിതച്ച ചൂരൽമലയിലെ ദുരന്ത ബാധിതരെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കണ്ട് അവരോടൊപ്പം എല്ലാ ദിവസവും അവർക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് അവരുടെ കാര്യങ്ങൾ വീക്ഷിക്കാനും അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാനും വേണ്ടി ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയിലിരിക്കുന്ന ഓരോ മന്ത്രിമാരെയും എല്ലാ ദിവസവും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുത്തി ആ ഇടപെടുത്തിയതിൽ കൂടി തന്നെ അവിടെയുള്ള ആളുകൾക്ക് സുഗമമായ രീതിയിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ നടത്തി വെച്ചിട്ടാണ് അയാൾ പോയത്. എന്നാൽ ഇന്നിരിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത്? ഇന്നത്തെ മുഖ്യമന്ത്രി പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് നിപ്പയും കോവിഡും ഒക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും വരും. പിന്നെ അതുപോലെ തന്നെ പല സാധനങ്ങളും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് പോകുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മെഴുകുന്നത്. ഒന്ന് കണ്ടു നോക്കാം. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്. കണ്ടില്ലേ? പ്രളയം 4 മാസം, പ്രളയം 1 മാസം, സോറി എനിക്ക് തെറ്റുപറ്റിയത്. പ്രളയം 1 മാസം നിന്നു. ഈ കോവിഡോ 4 മാസം. നമുക്കറിയാം കിങ്ങിണിക്കുട്ടൻ എന്ന് പറയുന്ന കെ മുരളീധരൻ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ കോവിഡ് എന്ന് പറയുന്ന സാധനം ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ വന്നു കഴിഞ്ഞാൽ അല്ലെ ഇത്ര ഡിഗ്രി സെൽഷ്യസിനകത്ത് അതിന് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ അത്രയും മുകളിലേക്ക് അതിൻ്റെ ഒരു ചൂട് പോയി കഴിഞ്ഞാൽ, താപനില ഉയർന്നു കഴിഞ്ഞാൽ അതങ്ങ് ചത്തുപോകും. നമ്മുടെ കേരളത്തിലെ അവസ്ഥ അനുസരിച്ചിട്ട് നല്ല ചൂടാണ്. ഈ ചൂടുള്ള സാഹചര്യത്തിൽ അതിന് വളരാൻ പറ്റില്ലെന്നേ, അതങ്ങ് ചത്തുപൊക്കോളും. ഈ നിപ്പ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത് വവ്വാലേ അല്ല, വവ്വാൽ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ ഇവർ വെറുതെ പറയുന്നത്. ശരിക്കും ഇത് ഉണ്ടാക്കുന്നത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയിലിരിക്കുന്ന ആളുകളുമാണ്. കാരണം എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. എരണം കെട്ടവൻ ഭരണത്തിൽ വന്ന നാട് മുടിയും. കാരണഭൂതനായിട്ടുള്ള പിണറായി വിജയൻ വന്നതുകൊണ്ടാണ് നിപ്പ വന്നത്. ഈ നിപ്പയ്ക്കെതിരെ പ്രതിരോധിച്ച് പ്രതികരിച്ചിരുന്ന അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു.
നമുക്കറിയാം ശൈലജ ടീച്ചർ അല്ലേ, നമ്മുടെ സ്വന്തം ടീച്ചർ, കണ്ണിലുണ്ണിയായിട്ടുള്ള ടീച്ചർ, എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചറെ ഇവർ വിളിച്ചൊരു പേരുണ്ട്, നിപ്പ റാണി അല്ലേ. നിപ്പ എന്നല്ല, നിബ റാണി എന്ന് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കിക്കൊണ്ട് വിളിച്ചത്. നിപ എന്ന് പറയുന്ന സാധനം അധികം വലിയൊരു ശക്തിയുള്ള ഒന്നുമല്ല, ആളുകൾക്കൊന്നും പറ്റില്ല, ചത്തുപോവില്ല അല്ലെ മരിച്ചു പോവില്ല, അങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഒരു നേഴ്സ് അടക്കം എത്രയോ ആളുകൾ മരണപ്പെട്ടൊരു കാഴ്ച നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ മരണപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അതിനെ ശുശ്രൂഷിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്ത് അവിടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളിൽ ആ നിപ്പ വന്നിട്ടുള്ള ആളുകളെ, നിപ്പ ബാധിതരായിട്ടുള്ള ആളുകളെ അവരുടെ രോഗം ഭേദമായിട്ട് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു സർക്കാർ കൂടിയായിരുന്നു ഇടതുപക്ഷ സർക്കാർ. ചരിത്രം തിരുത്തിക്കൊണ്ട് അല്ലെ ചരിത്രം കുറിച്ചുകൊണ്ട് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നൊരു സർക്കാരാണ്. അപ്പോൾ അന്ന് അവരെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച ടീംസ് ആയിരുന്നു ഇന്ന് ഈ ഭരണത്തിലിരിക്കുന്ന ഭരണപക്ഷം. അപ്പോൾ ഇവർ വന്നിട്ട് പറയുകയാണ് 4 മാസമൊക്കെ കോവിഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. 1 വർഷത്തോളം അടച്ചു പൂട്ടിയിരുന്ന് മാസ്കും വെച്ചുകൊണ്ടല്ലാതെ പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഒരു മാസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പെറ്റി. എത്ര നാൾ നമ്മൾ ആ ഒരു പോലീസിന് ഫൈൻ, ഇങ്ങനെ പലരുടെയും കയ്യിൽ നിന്ന് ഫൈൻ പിടിച്ചിട്ടുള്ള പോലീസ് എത്രയോ സമയങ്ങൾ നമുക്ക് ആൾ കൂടി നിൽക്കാൻ പറ്റില്ല, എന്തൊരു സാഹചര്യങ്ങളായിരുന്നു അല്ലേ കേരളത്തിൽ. എനിക്ക് തോന്നുന്നു അന്ന് ഈ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നതിനേക്കാളപ്പുറം അദ്ദേഹം കേരളത്തിലൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം വേറെ വിദേശ യാത്രയിലായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഇതിനെപ്പറ്റിയൊന്നും അദ്ദേഹത്തിന് ഒരു വീക്ഷണവും ഇല്ല, ദീർഘവീക്ഷണവും ഇല്ല. അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. 4 മാസം എന്തോ ഉണ്ടായിരുന്നുള്ളൂ കൊറോണ, ഈ 1 മാസം പ്രളയം. ഇന്നത്തെ അവസ്ഥ എന്താണ്? പൂക്കി മുക്കിയ നമ്മുടെ ആ വയനാട്ടിലെ കള്ളാടിയിലെ ജനങ്ങൾക്ക് അവർക്കൊരു ദുരന്തം ഉണ്ടായപ്പോൾ അതിനെയും ചിരിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്, അപ്പോൾ എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കും, കരച്ചിൽ വന്നാൽ കരയും, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഞാൻ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാനൊരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിയുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്. ഉറപ്പാണല്ലോ. ഇനി പറഞ്ഞത് മാറ്റി പറയില്ലല്ലോ അല്ലേ സതീശൻ സാറേ? അപ്പോ ഒരു സംശയം, സന്തോഷം വരുമ്പോഴാണ് സതീശൻ സാർ ചിരിക്കുന്നതെങ്കിൽ വയനാട് കള്ളാടിയിലും മണ്ണിടിച്ചിലിൽ ദുരിതമുണ്ടായ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മേനോൻ സാർ എന്തിനാ ചിരിച്ചത്? പ്രഖ്യാപിക്കുന്നത് എല്ലാത്തിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തല്ലേ പ്രശ്നം. 8 തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ച ദുരന്തം നടന്ന അതേ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ ചിരിക്കാൻ സാധിച്ചത് സാധാരണക്കാരനായതുകൊണ്ടാകാം അല്ലേ? ഞാനൊരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാണ്. ഒരു ദുരന്തം നടന്ന അവസരത്തിൽ പോലും ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന മേനോൻ സാർ 800 മലയാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടത് ചിരിച്ചുകൊണ്ടല്ലേ പറയൂ? അപ്പൊ കണ്ടിൽ 800 പേരെ പിരിച്ചുവിട്ടു ഒരു കമ്പനി. 1 ഫൈൻ മോർണിംഗ് ചെന്നപ്പോ ജോലിയില്ല. ഡിഗ്രിയും എഞ്ചിനീയറിംഗും ഒക്കെ കഴിഞ്ഞ 800 മലയാളികളായ IT തൊഴിലാളികളെ ഒരു നോട്ടീസ് പീരീഡ് പോലും കൊടുക്കാതെ ഒരു കമ്പനി പിരിച്ചുവിടുന്നത് കേരളത്തിന്റെ നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് വെറും ചിരിക്കാനുള്ള തമാശ മാത്രമാണോ? ചുമ്മാതാണോ പണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് മലയാളികൾക്ക് തന്നത്? സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ. പൂക്കിയുടെ ഇത്തരം വെറൈറ്റി ചിരികളും തമാശകളും ഇനിയും തുടരും. മലയാളികൾ ഇനിയും ഒരുപാട് സഹിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും എന്നുള്ളത് നമ്മുടെ ആ കെ മുരളീധരൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ വീണ്ടും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയേണ്ടി വരും. അതായത് ദുരന്തമുഖത്ത് അത്രയും പേരുടെ മരണത്തിനിടയാക്കിയ ആ ദുരന്തമുണ്ടായ ദിവസം തന്നെ ഒരു പത്രസമ്മേളനത്തിൽ വന്നിട്ട് അവിടെ മണ്ണ് കൂട്ടിയിട്ടതല്ലേ പ്രശ്നം, റെഡ് അലേർട്ട് അല്ലല്ലോ അല്ലെ യെല്ലോ അലേർട്ട് അല്ലല്ലോ പ്രശ്നമായതെന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന മുഖ്യമന്ത്രി. അത്രയും ആളുകളുടെ മരണമുണ്ടായിട്ട് പോലും ആ മരണത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായ മുഖ്യമന്ത്രി, ആ ഒരു ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായ ഒരു മുഖ്യമന്ത്രി ഈ രീതിയിൽ ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ പിണറായി വിജയൻ സഖാവ് പണ്ട് പറഞ്ഞൊരു കാര്യം തന്നെയല്ല അവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്നത്. കാപട്യത്തിൻ്റെ പൂർത്തീകരണമാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ അല്ല പിണറായി വിജയൻ. എനിക്ക് കാപട്യം എന്താണെന്ന് അറിയില്ല, എനിക്ക് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ അറിയില്ല. നേരെ വാ നേരെ പോ, എന്തുണ്ടെങ്കിലും നേരെ പറയലാണല്ലോ നമ്മുടെ ശീലമെന്ന് പിണറായി വിജയൻ സഖാവ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ നേർക്കാഴ്ചകളല്ലേ ഇന്ന് കാണുന്നത്. പണ്ട് ഇവിടെ ഈ കോൺഗ്രസ് ഇരിക്കുന്ന സമയത്ത് 2016 മുൻപുള്ള വർഷങ്ങളിൽ വലിയ വികസനങ്ങളായിരുന്നു എന്നൊക്കെ ഇപ്പോഴും പലരും പറയുന്നുണ്ട് കേട്ടോ. ആ 5 വർഷം ഇരുന്നിട്ട് നല്ല വികസനമായതുകൊണ്ടാണല്ലോ കേരളത്തിലെ ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടത്. പിന്നെ 10 വർഷം ഇടതുപക്ഷം ഇരുന്നിട്ട് നല്ല വികസനമായതുകൊണ്ടാണല്ലോ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചു വിട്ടതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പറയുന്നവരോട് എനിക്കും പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ടെന്നേ.
BJP-യോടൊപ്പം സഖ്യം ചേർന്നും ലീഗുകാരെ പറ്റിച്ചും EVM തട്ടിപ്പിൽ കൂടിയും കുറേ പണം വാരി എറിഞ്ഞും കുറച്ച് PR ടീംസിനെ ഇറക്കിക്കൊണ്ടുമൊക്കെ ജയിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല, അത്ര ആണത്തമൊന്നുമല്ല. എന്തായാലും അൾട്ടിമേറ്റ് വിജയം തന്നെയാണ്. ഈ വിജയത്തിനും അതിൻ്റെ പിന്നിലേക്കുള്ള ഒരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്ത് എന്തൊക്കെ വിറ്റിട്ടും പറക്കിയിട്ടുമാണ് ഈ വിജയം കരസ്ഥമാക്കിയെന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് കേട്ടോ. എന്തായാലും മുസ്ലിം ലീഗിന് പോലും ഇപ്പോൾ ഇവരോടൊരു താല്പര്യമില്ല. ഇനി ഈവൻ ഇവരുടെ സംഘടനയായിട്ടുള്ള കുട്ടികളുടെ സംഘടനയായിട്ടുള്ള KSU എന്നൊക്കെ പലരും കളിയാക്കി വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ KSUവിന് പോലും ഇവരോട് ഒരു സഹതാപമോ അല്ലെ ഇവരോടൊരു അനുകമ്പയൊന്നുമില്ല. ഇവരുടെ യൂത്ത് കോൺഗ്രസിന് ഒന്നിനും ഇവരോടൊരു അനുകമ്പയും സഹതാപവും സ്നേഹവും ഒന്നുമില്ല. കാരണം ഇവർ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറയുന്ന ഈ ഡബിൾ ഫാദർ സിൻഡ്രം കാണിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം സംഘടനയിലുള്ള ആളുകൾക്ക് പോലും ഇവരോട് അതൃപ്തി. ഇന്നിപ്പം എന്തൊക്കെയാണല്ലേ കേരളത്തിൽ നടക്കുന്നത്? കള്ളാടിയിലെ ദുരന്തബാധിതർക്ക് ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് ചൂരൽമലയിൽ ജനങ്ങളെ ട്രീറ്റ് ചെയ്ത് ഏത് രീതിയിലാണ്? ശരി, നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് എതിർക്കാം, പിണറായി വിജയനെതിരെ നിങ്ങൾക്ക് എന്ത് ക്യാമ്പയിനും ഉണ്ടാക്കാം. പക്ഷേ സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കുന്ന അത്ര നല്ല പരിപാടിയൊന്നുമല്ല. ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞ അല്ലെ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവരുടെ സ്വഭാവം എന്താണ്? നല്ലത് കണ്ടാൽ നല്ലത് പറയുക. അങ്ങനെ നല്ലത് പറയുക എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ഇവിടെ ചെയ്തിട്ടുള്ള നല്ലതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. പിണറായി വിജയൻ എന്നല്ല ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം ഇരുന്നാലും ഉണ്ടാവുന്ന കൊള്ളരുതായ്മകളും നല്ല കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനു മുൻപുണ്ടായിരുന്ന വർഷങ്ങളിലും അതിന് ശേഷമുള്ള വർഷങ്ങളിലും ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് അല്ലെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം. പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് മതത്തിൻ്റെ പേരിലുള്ള അടിയുണ്ടായിരുന്നില്ല, ജാതിയുടെ പേരിലുള്ള അടിയുണ്ടായിരുന്നില്ല, ഒരു കാര്യത്തിലും ജനങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാനായിട്ട് വിട്ടിരുന്നില്ല. അതേപോലെ തന്നെ പാവങ്ങളുടെ അന്നത്തിൽ മണ്ണ് വാരി ഇട്ടിരുന്നില്ല എന്ന് വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ പൂക്കളിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇനി എന്താണ് സംഭവിക്കാനുള്ളതെന്നാണല്ലോ ചോദിക്കേണ്ടത്, എന്താ സംഭവിക്കുന്നതെന്നല്ല ചോദിക്കേണ്ടത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് വരാനാ? എല്ലാം അനുഭവിച്ചോ എന്നേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലിനിടയിൽ കയറി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്. അപ്പോൾ ഈ എല്ലിനിടയിൽ നിന്ന് ഇറക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിജയിപ്പിച്ച് വിട്ടാൽ, നിങ്ങൾ വോട്ട് കുത്തി വിജയിപ്പിച്ച് വിട്ട ആളുകൾ ചെയ്യുന്ന പരിപാടികൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അടിച്ചു പൊളിക്കുക.